കുറേ പേടിപ്പിക്കുന്ന, അതായത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറേ ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോ ആണ് കേട്ടോ ഇത് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദിൽ നമ്മൾ പോയതിൻ്റെ കുറേ ദൃശ്യങ്ങളാണ് വീഡിയോ ആയിട്ട് പകർത്തി നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. ശരിക്കും സൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് അത്രയ്ക്കും ക്ലീനായാലും എല്ലാ രീതിയിലും ഹൈലൈറ്റാണ് നമ്മുടെ ഈ ഒരു ഹൈദരാബാദിലെ ഈ ഒരു നെഹ്റു സുവോളജിക്കൽ പാർക്ക്. കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഒന്നാമത് ഏഷ്യയിലെ നമ്പർ 1 സൂ ആണ് ഈ ഒരു ഹൈദരാബാദിലെ സുവോളജിക്കൽ പാർക്ക്, നെഹ്റു സുവോളജിക്കൽ പാർക്ക്. അവിടെയുള്ള പിന്നെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഇതെല്ലാം. അവിടുത്തെ പാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നടന്നു എന്ന് തന്നെ അറിയില്ല. കാരണം എത്ര നടന്നാലും അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. അത്രയും കാണാൻ ഭംഗിയും വൃത്തിയും. 400 ഏക്കറിൽ ആണ് ഈ ഒരു പാർക്ക്. ഈ ഒരു പാർക്ക് എന്ന് മീൻസ് ഈ ഒരു സൂ ശരിക്കും അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 400 ഏക്കറിനകത്ത് നമ്മൾ എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. പക്ഷേ നടക്കുന്ന അവിടെ വാഹനങ്ങളും ഒരുപാടുണ്ട്. ശരിക്കും സുഖമില്ലാത്തവർക്കും കുട്ടികൾക്കും അല്ലാത്തവർക്കും ഒക്കെ പോകാനായിട്ട് വാഹന സൗകര്യമുണ്ട്. അതായത് ഒരു പിന്നെ ട്രെയിൻ സൗകര്യമുണ്ട്, ചെറിയ ട്രെയിനുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ 4 സീറ്റുള്ള ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കുറേ വാഹനങ്ങളുണ്ട്. ചെറിയ രീതിയിലുള്ള കാറിൻ്റെ പോലെ തന്നെ, പക്ഷേ ശരിക്കും ഓപ്പൺ ആയിട്ടുള്ളൊരു വണ്ടിയാണത്. ചെറിയൊരു പിക്കപ്പിൻ്റെ വേറൊരു മോഡല്. അപ്പോൾ അതിൽ വേണമെങ്കിലും പോവാം. അങ്ങനെ നമ്മൾ വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ വാഹനത്തിൽ പോയി, ട്രെയിനിലും പോയി, മറ്റു വണ്ടിയിലും കയറിയപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 പ്രാവശ്യം നന്നായിട്ട് നടന്ന് എല്ലാ സ്ഥലവും കണ്ട്. മക്കളും ഞാനും എൻ്റെ മോളുടെ ഉമ്മയും പാപ്പയും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലവും ഒന്ന് നന്നായിട്ട് കാണാനും ഫുള്ള്, അതായത് നമുക്കൊരു ക്ഷീണം തോന്നിയിട്ടില്ല. അത്രയ്ക്കും നടക്കാനുണ്ടെങ്കിൽ പോലും ക്ഷീണം തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫുഡ്. അത് അവിടെ കൊണ്ടുവച്ച് കഴിക്കാനുള്ള സൗകര്യം, അതായത് പാർക്കിൻ്റെ സൈഡിന് ഒത്തിരി പേര് ഫുഡ് അകത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടിട്ടില്ല. ഞാനത് ശരിക്കും ഫ്രണ്ട് ക്യാമറ എന്താണ് ലെഫ്റ്റ് കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നുന്നത്. വലത് കയ്യിൽ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അത് മക്കളെല്ലാവരും നമുക്ക് ശരിക്കും ഉച്ചയോടുകൂടി അവിടെ എത്തി. റൂമിൽ നിന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഉച്ചയോടുകൂടി അവിടെ എത്തിയപ്പോൾ കഴിച്ചിട്ട് ബാക്കിയെല്ലാം കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ അങ്ങ് സെറ്റായി. മക്കളും എല്ലാവർക്കും നന്നായിട്ട് വിശന്നാൽ പിന്നെ അറിയാമല്ലോ, ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അപ്പോൾ നമ്മൾ കൊണ്ടുപോയത് നന്നായി. കാരണം ഹൈദരാബാദിലെ ഫുഡെല്ലാം നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് അതിനകത്ത് പാർക്കിനകത്ത്, അതായത് ഈ ഒരു പാർക്കിനകത്ത് നമുക്ക് കോഫി, ടീ, പിന്നെ സ്നാക്സ് അങ്ങനെ ഐറ്റംസ്, പിന്നെ നൂഡിൽസ് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അതൊന്നും ശരിയാവില്ല, കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുണ്ടായി കഴിക്കുന്ന ആ ഒരു ഇത് നമുക്ക് തൃപ്തി കിട്ടില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. പക്ഷെ നമ്മൾ ശരിക്കും ഇനിയിപ്പോൾ ഇത് പാർക്കിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഇനി ഇവിടെ നിന്നാണ് അകത്തോട്ടുള്ള കാഴ്ചകൾ കാണേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം പോയപ്പോൾ എല്ലാ ആനിമൽസിനെയും നന്നായിട്ട് ഒത്തിരി സമയം നിന്ന് കണ്ട്, ലോകത്ത് എന്തൊക്കെ ആനിമൽസ് ഉണ്ടോ എല്ലാം അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. മങ്കിയാണെങ്കിലും ശരി തന്നെ, കിളികളും എല്ലാത്തരം പക്ഷികളും, പിന്നെ ലയണും ടൈഗറും എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും പല രീതിയിലുള്ള വകഭേദങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം പോയത് നമുക്ക് അവിടെ അതിനകത്ത് കാടിൻ്റെ നടുക്കൂടി ഒരു സഫാരി ഡ്രൈവ് ഉണ്ട്. അതൊരു അഡ്വഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് പോയത്. ഇപ്രാവശ്യം പോയതിന് തൊട്ട് മുന്നേ പോയപ്പോൾ ശരിക്കും കാടിൻ്റെ നടുക്ക് ഈ ഒരു ആനിമൽസ് അതിനകത്ത് ഇവർ തന്നെ തയ്യാറാക്കിയിട്ട് വെച്ചേക്കുന്ന ആനിമൽസാണ്. അല്ലാതെ കാടിൻ്റെ നടുക്കൂടി ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ വരുന്ന ടൈഗറും
ലൈനൊന്നും അല്ല, ഇവർ തന്നെ തയ്യാറാക്കി അവർക്ക് സ്പേസ് കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നതാണ് അവരെല്ലാവരും. പക്ഷേ വാഹനം അതിൻ്റെ നടുക്കൂടി പോകുമ്പോൾ ഇവരെല്ലാവരും വാഹനത്തിനടുത്ത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 സിംഹം വന്ന് ഗർജിച്ചു കൊണ്ട് തന്നെ നിന്ന് ശരിക്കും വാഹനത്തിനോട് ചേർന്ന് ഒന്ന് ഒരു കൈ കൊണ്ടൊന്ന് അടിച്ചിരുന്നെങ്കിൽ ഗ്ലാസ് പൊട്ടും. ചെറിയൊരു 10-25 പേര് കൊള്ളുന്ന ഒരു ഒരു ചെറിയൊരു വാഹനമാണ്, അതായത് ഒരു ടെമ്പോ പോലുള്ള ഒരു വാഹനമാണ് അതിനകത്തൂടെ കാടിൻ്റെ നടുക്കൂടെ പോകുന്നത്. അപ്പം അത് കാണാൻ വേണ്ടി ആണ് ഇപ്രാവശ്യം നമ്മൾ പോയത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് വൃത്തിയും നല്ല ഭംഗിയിലും റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു സ്ഥലം. ഒരു വൃത്തികേടോ ഒന്നുമില്ല, ഒരു പൊടി പടലങ്ങളോ ചപ്പ് ചവറുകളോ. ഇത്രയും നീറ്റായിട്ട് ഒരു സൂ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഓരോ സൈഡും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടുപോയിട്ട് സഫാരിയുടെ ആ ഒരു വാഹനത്തിൽ കയറി നമുക്ക് യാത്ര തിരിക്കാം. എല്ലാവരും വായോ, എല്ലാവർക്കും കാണാം. നമ്മൾ ഇപ്രാവശ്യം പോയപ്പോഴും ഒത്തിരി ത്രില്ലായിരുന്നു. കാരണം ടൈഗറും ലയനുമാണ് വാഹനത്തിൻ്റെ അടുത്ത് ചേർന്ന്. വേണമെങ്കിൽ അവർക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് ചാടി അടിച്ചാൽ മതി ഗ്ലാസ് പൊട്ടാനായിട്ട്. ഒന്ന് കണ്ടു നോക്കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ഷെയ്ഖ്സ് ഫുഡ് ആൻഡ് ട്രാവൽസ് വ്ളോഗിൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഇത് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം. ഞങ്ങളിത് ആ ടെമ്പോയിൽ കയറി എല്ലാം ഗ്രില്ല് വെച്ച് സൈഡെല്ലാം ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അവർ ചാടി അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ കൂട്ടിനകത്ത് ഉള്ള എല്ലാ ആനിമൽസും പുറത്തുമുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ 400 ഏക്കറിൽ ഓരോരുത്തർക്കും എത്രയോ ഏക്കറുകളാണ് വിഭജിച്ച് പാർട്ടായിട്ട് കൊടുത്തിട്ട് അതിനകത്ത് അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. സഫാരി എന്ന ബോർഡുണ്ട് അവിടെ. ഒരു 3 ഗേറ്റുണ്ട്. ഓരോ സ്ഥലത്തും 2 ഗേറ്റ് ഇതാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്രയ്ക്കും കരുതലോടുകൂടി മതിലുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മതിലുകളും, അതായത് കരിങ്കൽ ഭിത്തികളാണ്. ശരിക്കും ഒരു നെറ്റ് കൊണ്ടും അല്ലാതെ ഉള്ള 2 ഗേറ്റാണ് അത് ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണിത്. ഹൈദരാബാദിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹൈദരാബാദിൽ പോകുന്നുണ്ട്, ഒരു തെറ്റുമില്ല. കാരണം അത്രയ്ക്കും കാണാൻ അനവധിയുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഈ പാർക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായാലും ശരി, പഴയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും ഇന്ന് വേണ്ട ഹൈദരാബാദിൽ എന്താണ് നമുക്ക് അത്ഭുതമല്ലാത്തത്? അവിടുത്തെ ഭംഗിയും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വാഹനം സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കാണുന്നത് സിംഹമാണ്, നമ്മുടെ കാട്ടിലെ രാജാവ്. അതിപ്പോൾ നമ്മൾ എത്ര വാഹനത്തിനടുത്തിരുന്ന് കണ്ടാലും അതിനെ കാണുമ്പോൾ ഒരു പേടി തന്നെയല്ലേ. നിൽക്കുന്നു രാജാവിൻ്റെ ആ വലിയ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അത് ഭക്ഷണം കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും ഒരു ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങാനുള്ള ക്ഷീണമായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 പേര് റോഡിൽ നടുക്ക് കിടന്ന് വാഹനത്തിന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തന്നെ നടുക്ക് കിടന്നിട്ട് മുന്നോട്ടെടുക്കുന്ന വാഹനം കുറേ പ്രാവശ്യം റിവേഴ്സ് എടുത്തിട്ടാണ് അത് ജസ്റ്റ് ഒന്ന് പതുക്കെ മാറിയത്. പക്ഷെ എന്നാലും വാഹനത്തിനോട് ആഞ്ഞടിക്കും പോലെ അത് വന്നുകൊണ്ടിരുന്നത്. ആ പേടിയിലാണ് ഇപ്രാവശ്യം നമ്മൾ വണ്ടിയിലിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് സൈലൻ്റ് ആണ്, ഒന്ന് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൂട്ടിനകത്തല്ല, ശരിക്കും നമ്മുടെ വാഹനത്തിന് തൊട്ട് ചേർന്ന് വെളിയിലാണ്.
നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനിവിടെ കിടക്കുകയാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് ആ കിടപ്പ്. ഒരു ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി അവിടെ നിന്ന് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത ഗേറ്റ് തുറന്ന് അടുത്ത സെക്ഷനിലോട്ടാണ്. ഓരോ ഓരോ തരം ആനിമൽസിനും ഓരോ ഗേറ്റിനകത്താണ്. അത് തന്നെ എത്രയോ ഏക്കറിനകത്താണ് ആ ഒരു ഗേറ്റ്. അടുത്ത ഗേറ്റ് തുറന്നിട്ട് ഇനി അടുത്ത നമ്മുടെ നാഷണൽ ആനിമൽ, അതായത് നമ്മുടെ ദേശീയ മൃഗം, അതായത് കടുവ, ടൈഗറിൻ്റെയാണ് അടുത്ത കാണാനായിട്ട്. ഇതാ രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട്. ഗേറ്റ് തുറന്നു. ടൈഗറും എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കുന്നത് കൊണ്ട് അവരൊക്കെ കുറച്ച് സൈലൻ്റായി. കൊച്ചു മോള് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് നന്നായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ സൈഡ് സീറ്റും ബാക്ക് സീറ്റും മധ്യത്തൊക്കെ ഇരിക്കുന്നവർക്ക് എത്തി നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.